form tag. A form tag provides a container for creating a form. ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കുന്നു. An HTML form starts with the form and ends with the /form. കണ്ടെയ്നർ ടാഗാണ് ഫോം, എൻഡ് ചെയ്യുന്നത് /form. A web browser can only gather information through forms. ഈ വെബ് ബ്രൗസർക്ക് ഇൻഫോർമേഷൻ ലഭിക്കുന്നത് ഏത് വഴിയാണ്? ഫോമിലൂടെയാണ്. വി മസ്റ്റ് പ്രൊവൈഡ് സം ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ടു ഹാൻഡിൽ ദ ഡാറ്റ കളക്റ്റഡ്. നമുക്ക് ഈ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, അങ്ങനെ ഉള്ള ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യണം. വി യൂസ് ഫോം ഹാൻഡ്ലേഴ്സ് ലൈക്ക് CGI, JavaScript or PHP സ്ക്രിപ്റ്റ് ഫോർ ദാറ്റ് പർപ്പസ്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഫോം ഹാൻഡ്ലേഴ്സാണ് CGI, പഠിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. JavaScript ഓർ PHP സ്ക്രിപ്റ്റ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. So all of the input elements associated with a single form are processed by same form handler. എല്ലാ ഇൻപുട്ട് എലമെൻസും ഈ സിംഗിൾ ഫോം പ്രോസസ്ഡ് ചെയ്യുന്നത് ഈ ഫോം ഹാൻഡ്ലർ ആയിട്ടുള്ള CGI, JavaScript or PHP എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് ഫോം ഹാൻഡ്ലർ? ഈസ് എ പ്രോഗ്രാം ഓൺ ദ വെബ് സെർവർ. വെബ് സെർവറിലെ ഒരു പ്രോഗ്രാമാണ് ഫോം ഹാൻഡ്ലർ എന്ന് പറയുന്നത്. ദാറ്റ് മാനേജസ് ദ ഡാറ്റ സെൻഡ് ത്രൂ ദ ഫോം. അപ്പോൾ ഫോമിലൂടെ സെൻഡ് ചെയ്യുന്ന ഡാറ്റയെ അത് മാനേജ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഫോം ഹാൻഡ്ലർ വഴിയാണ്. ഫോം ഹാൻഡ്ലർ ഈസ് സ്പെസിഫൈഡ് ആസ് ദ വാല്യൂ ഓഫ് ആക്ഷൻ ആട്രിബ്യൂട്ട് ഓഫ് ഫോം ടാഗ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോമിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടുകളുണ്ട് അല്ലേ? ആ ആട്രിബ്യൂട്ടുകൾ ഉപയോഗിച്ച് തന്നെയാണ് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത്. സോ ദ കൺസെപ്റ്റ് ഓഫ് സെർവർ ആൻഡ് അതർ അസോസിയേറ്റഡ് ടെക്നോളജി വിൽ ബി, അതുമായി ബന്ധപ്പെട്ടതെല്ലാം നെക്സ്റ്റ് ചാപ്റ്ററിൽ വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫോമിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്ഷൻ, ഇറ്റ് സ്പെസിഫൈസ് ദ URL ഓഫ് ദ ഫോം ഹാൻഡ്ലർ. അതായത് ഫോം ഹാൻഡ്ലറിൻ്റെ URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേഷൻ, വിച്ച് ഈസ് റെഡി ടു പ്രോസസ് ദ റിസീവ്ഡ് ഡാറ്റ. അതെന്താണ് വിച്ച് ഈസ് റെഡി ടു പ്രോസസ് ദ റിസീവ്ഡ് ഡാറ്റ? റിസീവ്ഡ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളതാണ് അത് URL. അതാണ് ആക്ഷൻ ടാഗ് സ്പെസിഫൈ ചെയ്യുന്നത്. അതേപോലെ മെത്തേഡ് എന്ന് പറയുന്നതുണ്ട്. ഇറ്റ് മെൻഷൻസ് ദ മെത്തേഡ് യൂസ്ഡ് ടു അപ്ലോഡ് ഡാറ്റ. എങ്ങനെയാണ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നത്, അതിനുള്ള മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് ഇത് മെൻഷൻ ചെയ്യുന്നത്. ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് മെത്തേഡ്സ് ആർ ഗെറ്റ് ആൻഡ് പോസ്റ്റ്. അപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഗെറ്റ് ആൻഡ് പോസ്റ്റ് എന്നിവ. ഇതിനടുത്തത് ടാർജറ്റ്. ഇറ്റ് സ്പെസിഫൈസ് ദ ടാർജറ്റ് വിൻഡോ ഓർ ഫ്രെയിം വേർ ദ റിസൾട്ട് ഓഫ് ദ സ്ക്രിപ്റ്റ് വിൽ ബി ഡിസ്പ്ലേഡ്. അതിൻ്റെ ടാർജറ്റ് വിൻഡോ അല്ലെങ്കിൽ ഫ്രെയിം എവിടെയാണ് ആ റിസൾട്ട് ഓഫ് സ്ക്രിപ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ടാർജറ്റ് വിൻഡോ ഫ്രെയിമിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാർജറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. മെയിൻ വാല്യൂസ് ഓഫ് ടാർജറ്റ് ആട്രിബ്യൂട്ട് ആണ് _blank ഓപ്പൺസ് ദ ലിങ്ക്ഡ് ഡോക്യുമെൻ്റ് ഇൻ എ ന്യൂ ബ്രൗസർ വിൻഡോ. വാല്യൂ _blank എന്നുള്ളതാണ് അത് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക്ഡ് ഡോക്യുമെൻറ്റിനെ ന്യൂ ബ്രൗസർ വിൻഡോയിൽ ലിങ്ക്ഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്നു. _self ഓപ്പൺസ് ലിങ്ക് ഡോക്യുമെൻറ്റിനെ സെയിം ഫ്രെയിം ആസ് ദ ലിങ്ക് ആയിട്ട് അത് ഓപ്പൺ ചെയ്യുന്നു ലിങ്ക് ഡോക്യുമെൻറ്റിനെ. _parent ഓപ്പൺസ് ലിങ്ക് ഡോക്യുമെൻറ്റിന് parent frame set. Then _top opens the linked document in the main browser window, replacing any frame present. Name opens the linked document in the window with a specified name. ഇതൊക്കെയാണ് അതിൻ്റെ വാല്യൂസ്, ടാർജറ്റിൻ്റെ വാല്യൂസ് വരുന്നത്. ഇനി അതിൻ്റെ ഫോം കൺട്രോൾസ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോം കൺട്രോൾസ് ദാറ്റ് we can use to collect data using HTML form. HTML ഫോം ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോം കൺട്രോളുകളുണ്ട്. ഏതൊക്കെയാണത്? ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, ടെക്സ്റ്റ് ഏരിയ,
സെലക്ട് ബോക്സ്, സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ. ഇവയാണ് ഫോം കൺട്രോളുകൾ, ആവശ്യമായിട്ടുള്ള ഫോം കൺട്രോളുകൾ. വി ക്യാൻ ക്രിയേറ്റ് മോസ്റ്റ് ഓഫ് ദീസ് കൺട്രോൾസ് ഇൻ എനി HTML ഫോം യൂസിങ് ഇൻപുട്ട് ടാഗ്. ഇത് ഉപയോഗിക്കുന്നത്, ഈ ഫോം കൺട്രോളുകൾ HTML ഫോം ഉപയോഗിച്ച് അതിലെ കൺട്രോളുകളെ വേണ്ട വിധം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ചാൽ. അപ്പോൾ ആ ഇൻപുട്ട് ടാഗിനെ കുറിച്ച് നമുക്കറിയണം. ഓക്കെ, എന്താണ് ഇൻപുട്ട് ടാഗ്? ദി വിസിബിൾ പാർട്ട് ഓഫ് എ ഫോം ഈസ് എ സെറ്റ് ഓഫ് കൺട്രോൾസ് ടു ആക്സെപ്റ്റ് ദ ഇൻപുട്ട് ഫ്രം ദ വ്യൂവേഴ്സ്. വ്യൂവേഴ്സിൽ നിന്നും ഇൻപുട്ടുകൾ സ്വീകരിക്കുക, അതിന് ഉപയോഗിക്കുന്നതാണ് ഈ ഫോമിലെ ഇൻപുട്ട് ടാഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ക്യാൻ ബി സെലക്റ്റഡ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇൻപുട്ട്. പലതരത്തിലുള്ള ഇൻപുട്ടുകൾ ഇതിൽ ലഭ്യമാണ്. എന്താണ് ദ ഇൻപുട്ട് ടാഗ് ഈസ് എൻ എംപ്റ്റി ടാഗ്. എംപ്റ്റി ടാഗാണ് that can be used to make different types of controls such as text box, radio button, submit button, etc. അല്ലെ, പലതരത്തിലുള്ള പല ആൾക്കാരുടെ അടുത്തു നിന്നുള്ള വ്യൂസ്, അതേപോലെ തന്നെ റിപ്പോർട്ടുകളൊക്കെ ഇൻപുട്ടായിട്ട് സ്വീകരിക്കുമ്പോൾ പലതരത്തിൽ റേഡിയോ ബട്ടൺ വേണ്ടി വരും, സബ്മിറ്റ് ബട്ടൺ, അല്ലേ, റേഡിയോ ബട്ടണൊക്കെ നമ്മൾ കാണും, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളൊരു ചോദ്യം. അതേപോലെ സബ്മിറ്റ് ചെയ്യുന്നു, ദെൻ ടെക്സ്റ്റ് ബോക്സ്, ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ. The type attribute determines the type of the control created by this tag. Type attribute ഉണ്ട്, ആ ഇൻപുട്ട് ടാഗിൻ്റെ ആ ടൈപ്പ് ആട്രിബ്യൂട്ടിലൂടെ ദ ടൈപ്പ് ഓഫ് കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ദിസ് ആട്രിബ്യൂട്ട് ഡിറ്റർമൈൻസ് കൺട്രോൾ ടൈപ്പ് ക്രിയേറ്റഡ് ബൈ ഇൻപുട്ട് ടാഗ്. അതിനുള്ള ടൈപ്പ് ആട്രിബ്യൂട്ട് അതിൻ്റെ വാല്യൂസ് ആണ്. ടെക്സ്റ്റ് ക്രിയേറ്റ്സ് എ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. പാസ്വേഡ് സെയിം ആസ് ടെക്സ്റ്റ് ബോക്സ്, but here characters are represented by coded symbols. ക്യാരക്ടേഴ്സ് കോഡഡ് സിമ്പിളായിട്ട് ആസ്ട്രിക് അതുപോലെയാണ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കാണുന്നത്. ദെൻ ചെക്ക് ബോക്സ് ക്രിയേറ്റ്സ് എ ചെക്ക് ബോക്സ് വേർ യൂസർ ക്യാൻ എൻ്റർ യെസ് ഓർ നോ വാല്യൂസ്. ഒരു ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു യൂസർക്ക് യെസ് ഓർ നോ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. Then radio, similar to checkbox, but is used to select a single value from a group of values. Group of values il ninnu single value select cheyan venditana checkbox radio button ഉപയോഗിക്കുന്നത്. When multiple radio buttons are assigned with the same value for name attribute, users can select only one button at a time. അല്ലെ, മൾട്ടിപ്പിൾ റേഡിയോ ബട്ടൺസ് സെയിം വാല്യൂവിൻ്റെ നെയിം ആട്രിബ്യൂട്ടിൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ യൂസർക്ക് സെലക്ട് ഓൺലി വൺ ബട്ടൺ, ഒരു ബട്ടണെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. വെൻ ദ യൂസർ ചേഞ്ചസ് ദ സെലക്ഷൻ, ദ വൺ ദാറ്റ് ഈസ് ആൾറെഡി സെലക്റ്റഡ് ബിക്കംസ് ഡീസെലക്റ്റഡ്. യൂസർ ആ സെലക്ഷൻ ചേഞ്ച് ആക്കുകയാണെങ്കിൽ ദ വൺ ദാറ്റ് ഈസ് ആൾറെഡി സെലക്റ്റഡ് ബിക്കംസ് ഡീസെലക്റ്റഡ്. അപ്പോൾ ആ ഒരെണ്ണം മാത്രമേ ആണിതിൽ സെലക്ട് ചെയ്ത്, അല്ലേ, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് അത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമല്ലേ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ദെൻ റീസെറ്റ്, എ സ്പെഷ്യൽ ബട്ടൺ യൂസ്ഡ് ടു ക്ലിയർ ആൾ ദ എൻട്രീസ് മെയ്ഡ് ഇൻ ദ ഫോം ആൻഡ് ടു ബ്രിങ് ഇറ്റ് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഒരു സ്പെഷ്യൽ ബട്ടണാണ് റീസെറ്റ്. എല്ലാ എൻട്രീസും ക്ലിയർ ചെയ്യാൻ വേണ്ടി, ഫോമിലെ എല്ലാ എൻട്രീസും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ് റീസെറ്റ് ബട്ടൺ. ദെൻ സബ്മിറ്റ്, another special button used to submit all the entries made in the form to the server. ഫോമിൽ നിന്ന് സെർവറിലേക്ക് എൻട്രീസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ബട്ടണാണ് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ. ബട്ടൺ ക്രിയേറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഗ്രാഫിക്കൽ ബട്ടൺ ഓൺ ദി ഫോം. ഒരു സ്റ്റാൻഡേർഡ് ഗ്രാഫിക്കൽ ബട്ടൺ ഫോമിൽ ക്രിയേറ്റ് ചെയ്യുന്നു. വി ക്യാൻ കാൾ ഫങ്ഷൻസ് ഓൺ ക്ലിക്കിംഗ് ദിസ് ബട്ടൺ. അപ്പോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് കാൾ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ടൈപ്പ് ആട്രിബ്യൂട്ട്, അതിൻ്റെ വാല്യൂസ് ആണ് പറഞ്ഞത്. ഇനി നെയിം ആട്രിബ്യൂട്ട്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് എ നെയിം ടു ദ ഇൻപുട്ട് കൺട്രോൾ. ഇൻപുട്ട് കൺട്രോളിന് ഒരു പേര് കൊടുക്കുവാൻ വേണ്ടി, നെയിം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വെൻ ദ ഫോം ഈസ് സബ്മിറ്റഡ്, ഡാറ്റ വാല്യൂസ് ആർ പാസ്ഡ് ടു ദ സെർവർ അലോങ് വിത്ത് ദ കറസ്പോണ്ടിങ് നെയിം ഓഫ് ദ കൺട്രോൾ. ഫോം അവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റ വാല്യൂസ് സെർവറിലേക്ക് കൊടുക്കുന്നുണ്ട്, അല്ലേ, എലോങ് ദ കറസ്പോണ്ടിങ് നെയിം ഓഫ് ദ കൺട്രോൾ. ആ കൺട്രോളിൻ്റെ പേരിനോടൊപ്പം തന്നെ അങ്ങനെ കൊടുക്കുന്നതാണ്. ദെൻ വാല്യൂ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് ആൻ ഇനീഷ്യൽ വാല്യൂ ഇൻസൈഡ് ദ കൺട്രോൾ. നമുക്ക് ഇവിടെ
ഒരു ഇനീഷ്യൽ ഡിഫാൾട്ട് വാല്യൂ ഇൻസൈഡ് ദ കൺട്രോളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതിന് വാല്യൂ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നു. ദെൻ സൈസ്, ദിസ് ആട്രിബ്യൂട്ട് സെറ്റ്സ് ദ വിഡ്ത്ത് ഓഫ് ദ ഇൻപുട്ട് ടെക്സ്റ്റ് ഇൻ ടേംസ് ഓഫ് ക്യാരക്ടേഴ്സ്. വിഡ്ത്ത് ഓഫ് ദ ഇൻപുട്ട് ടെക്സ്റ്റ്, അതിൻ്റെ ടേംസ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ സൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ദ ഇൻപുട്ട് ടൈപ്സ് ടെക്സ്റ്റ് ആൻഡ് പാസ്വേഡ്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റും പാസ്വേഡിലും മാത്രമായിട്ടാണ് അതിൽ നമുക്ക് സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മാക്സ് ലെങ്ത്, ഇറ്റ് ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് ദ യൂസർ ക്യാൻ ടൈപ്പ് ഇൻ ടു ദ ഫീൽഡ്. യൂസർക്ക് നമുക്ക് ആ ഫീൽഡിനകത്ത് ഒരു നിശ്ചിത ക്യാരക്ടറുകൾ മാത്രമേയാണ് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. മാക്സ് ലെങ്ത്, ഇറ്റ് ഈസ് ആൾസോ അപ്ലിക്കബിൾ ഓൺലി ടു ദ ടെക്സ്റ്റ് ആൻഡ് ദ പാസ്വേഡ്. ഇതും ടെക്സ്റ്റിലും പാസ്വേഡിലും അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഒരു HTML ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം എക്സാമ്പിൾ 5.18 അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ.